ഹായ് ഓൾ വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബാക്കി വന്ന ചോറ് കൊണ്ട് വെറും 10 മിനിറ്റിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ നല്ല മൊരിഞ്ഞൊരു വടയുടെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ ചേരുവകളൊന്നും തന്നെ വേണ്ട, വളരെ കുറഞ്ഞ സമയം മാത്രം മതി. അപ്പോൾ നമുക്ക് ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണാം. അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പിന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. നമ്മുടെ ഈ ഒരു അടിപൊളി വട ഉണ്ടാക്കാനായിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ചോറാണ്. ഞാനിപ്പോൾ ഒരു 2 കപ്പ് ചോറ് എടുക്കുന്നുണ്ട്. പച്ചരിയുടെ ചോറോ നമ്മൾ വീട്ടിൽ സാധാ എന്നും വെക്കുന്ന ചോറില്ലേ, അതുതന്നെയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ഒട്ടും വെള്ളം ചേർക്കാതെ നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. വെള്ളം ചേർക്കാതെ അരച്ചെടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും ബെസ്റ്റ്. ഇനി നല്ല കട്ടിയായിട്ട് തോന്നുകയാണെങ്കിൽ 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ മാത്രം വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കാം. ഞാനിതിൽ ഒട്ടും വെള്ളം ചേർക്കാതെയാണ് കേട്ടോ അരച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഞാനിതൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. ഇനി ഞാനിതിലോട്ട് 1 ടേബിൾ സ്പൂൺ റവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ചോറിലെ വെള്ളമൊക്കെ ഈ റവ ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് വലിച്ചെടുക്കും. ഇനി ഞാനിതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ അരിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ അരിപ്പൊടിയും റവയും ചേർത്ത് കൊടുക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ വട നല്ല ക്രിസ്പി ആയിട്ടിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഞാനിതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് ഒരു 2 സവാള ചെറുതായിട്ട് കട്ട് ചെയ്തതാണ് കേട്ടോ. അതേപോലെ എരിവിന് ആവശ്യത്തിന് ഒരു 2 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞതും, പിന്നെ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ചെറുതായി അരിഞ്ഞതും, പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പച്ചമുളകൊക്കെ നമ്മുടെ എരിവിനനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കൊക്കെ ചെയ്ത് കൊടുക്കുക. ഞാൻ 2 പച്ചമുളകാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇനി ഞാൻ ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു അര ടീസ്പൂൺ മാത്രം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കയ്യിൽ കുറച്ച് വെള്ളം ആക്കിയിട്ട് കുഴച്ചെടുക്കുകയാണെങ്കിൽ അധികം ഒട്ടിപ്പിടിക്കാതെ കുഴച്ചെടുക്കാൻ പറ്റും. എക്സ്ട്രാ വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കൈകൊണ്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സായി കിട്ടിയാൽ മതി കേട്ടോ. ഇനി മാവ് ലൂസാണ് എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ട് എടുത്താൽ മതി. അപ്പോൾ ഇനി ഷേപ്പാക്കിയിട്ട് എടുക്കാം. ഷേപ്പാക്കിയിട്ട് എടുക്കുമ്പോൾ കയ്യിൽ കുറച്ച് ഓയിലോ അല്ലെങ്കിൽ വെള്ളമോ ആക്കി കൊടുക്കുക. എന്നാൽ പിന്നെ കയ്യിൽ ഒട്ടിപ്പിടിക്കാതെ ഇരിക്കും. എന്നിട്ട് ചെറിയ ബോളാക്കിയിട്ടെടുത്ത് നമുക്കൊരു വടയുടെ ഷേപ്പിലോട്ട് ഇത് മാറ്റി കൊടുക്കാം. അപ്പോൾ ഇതേപോലെ നമുക്കെല്ലാം ഒന്ന് ഷേപ്പാക്കിയിട്ട് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ വടകളൊക്കെ ഷേപ്പ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനൊരു ചീനച്ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായി വന്നപ്പോൾ ഞാൻ ഇതിലോട്ട് ആദ്യം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലോട്ട് നമുക്ക് റെഡിയാക്കി വെച്ച വട ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാം. വട ചേർത്ത് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഓരോ ഭാഗം കളർ ചേഞ്ചായി വരുമ്പോൾ നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. വെറും ഒരു 10 മിനിറ്റ് മതി കേട്ടോ ഇത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്ക് തന്നെയാണ് കേട്ടോ. പുറം ഭാഗം നല്ല ക്രിസ്പി ആയിട്ടും എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു അടിപൊളി സ്നാക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻസൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം.